കൊടംപുളിയുടെ ചവർപ്പ് മുന്നിൽ നിൽക്കാതെ നല്ലൊരു അടിപൊളി മുളകിട്ട മീൻകറി വെച്ചാലോ. നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ മുളകിട്ട മീൻകറി. അപ്പോൾ ഇതാ ചട്ടി നല്ല ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. അതിനകത്തേക്ക് നല്ല കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്നിങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവയും കൂടി ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും നമുക്ക് ഒരുപാട് മൂത്ത് പോകേണ്ട, ഒരു പച്ചപ്പൊന്ന് മാറിയാൽ മതി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് സവോളയും ചെറിയ ഉള്ളിയും കൂടിയാണ് ഇടുന്നത്. ഒന്നെങ്കിൽ സവോള മാത്രം അല്ലെങ്കിൽ ചെറുള്ളി മാത്രവും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി കുറവായിരുന്നത് കൊണ്ട് ഞാൻ സവോളയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇല്ലാതെ എന്ത് മീൻകറി. പിന്നെ ഇതാ മുളകിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. പച്ചമുളക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ പുളിയുടെ ചവർപ്പ് വരാതിരിക്കുക. എന്താ പുളി ഇങ്ങനെ നമ്മൾ തിരുമ്മി കഴുകുമ്പോൾ അതിൽ നിന്നൊരു കറുത്ത കളർ ഇങ്ങനെ ഇളകി വരും. ആ കളറ് മാറി നല്ല വെള്ളം നല്ല തെളിഞ്ഞു വരുന്ന അത്രയും തവണ വെള്ളം മാറ്റി നമ്മൾ പുളി കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര നന്നായിട്ട് പുളി കഴുകിയെടുക്കുന്നതോ അതിനനുസരിച്ച് ആ പുളിയുടെ ടേസ്റ്റ്, അതായത് ആ പുളിപ്പല്ല, ഒരു ചവർപ്പുണ്ടല്ലോ പുളിക്ക്, അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ടിപ്പ്. ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ മീൻകറി കഴിക്കുമ്പം നമുക്ക് ആ പുളിയുടെ ചവർപ്പും ആ ഒരു കുത്തലും ഇങ്ങനെ മുന്നോട്ട് നിൽക്കും. അത് ഇതുപോലെ നന്നായിട്ട് പുളി കഴുകാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോളയും ഉള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇട്ടിരിക്കുന്ന പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടി പോകരുത്. ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നോടെ വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി എന്താ പറയുക മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ, നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, പുളി കഴുകി വെള്ളം ഇതുപോലെ തെളിഞ്ഞ് വരും. ഇനി ഈ പുളിക്ക് ഒരു പുകചൊവയോ ഒരു ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ചേർത്ത് ഇളക്കി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്കും ആ പുളിയൊക്കെ എത്രമാത്രം അതിനകത്ത് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കണേ. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അയല മീനാണ് കേട്ടോ. നമുക്ക് വലിയ പീസ് മീനൊക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് വറ്റിച്ചൊക്കെ എടുക്കാനാണെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം കുറച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ തുടരെ ഇളക്കരുത്. നടുഭാഗത്ത് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ ആ മീൻ കറക്റ്റ് എല്ലാം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി വരും കേട്ടോ. ഇനി അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് വെട്ടി തിളച്ച് ആ എണ്ണയൊക്കെ ഇങ്ങനെ സൈഡ് വഴിയൊക്കെ തെളിഞ്ഞിങ്ങനെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ചിടുക. അതിനുശേഷം വീണ്ടും തിളപ്പിക്കുക. അപ്പോഴത്തേക്കും ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല അടിപൊളി മീൻകറി റെഡി. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ.